ദശാവതാരം എന്നത് മഹാവിഷ്ണുവിന്റെ 10 പ്രധാന അവതാരങ്ങളെക്കുറിച്ചുള്ള ഒരു കഥയാണ്. ഹിന്ദു വിശ്വാസമനുസരിച്ച് മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളാണ് ദശാവതാരം. ലോകത്തെ രക്ഷിക്കാനും ധർമ്മം സ്ഥാപിക്കാനുമായി പല യുഗങ്ങളിൽ മഹാവിഷ്ണു ഈ അവതാരങ്ങളെടുത്തു. ദശാവതാരങ്ങൾ ഇവയാണ്: 1. മത്സ്യാവതാരം. മഹാവിഷ്ണു മത്സ്യമരൂപത്തിൽ അവതരിച്ച് മനുവിനെയും സസ്യങ്ങളെയും ജീവജാലങ്ങളെയും പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചു. 2. കൂർമാവതാരം. ആമയുടെ രൂപത്തിൽ മഹാവിഷ്ണു മന്ധരപർവ്വതം താങ്ങുകയും ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തുകയും ചെയ്തു. 3. വരാഹാവതാരം. കാട്ടുപന്നിയുടെ രൂപത്തിൽ അവതരിച്ച് മഹാവിഷ്ണു ഭൂമിദേവിയെ ഹിരണ്യാക്ഷൻ എന്ന അസുരനിൽ നിന്ന് രക്ഷിച്ചു. 4. നരസിംഹാവതാരം. പകുതി മനുഷ്യനും പകുതി സിംഹവുമായ രൂപത്തിൽ മഹാവിഷ്ണു ഹിരണ്യകശിപുവിനെ വധിച്ചു. 5. വാമനാവതാരം. മഹാബലിയുടെ യാഗത്തിൽ ഭിക്ഷയാചകനായി എത്തി പിന്നീട് ത്രിവിക്രമരൂപം പൂണ്ട് 3 ലോകവും അളന്നെടുത്തു. 6. പരശുരാമൻ. രാമന്റെ അവതാരങ്ങളിൽ 6ാമത്തേതാണ് പരശുരാമൻ. അദ്ദേഹം ക്ഷത്രിയരെ 21 തവണ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി. 7. ശ്രീരാമൻ. രാമചന്ദ്രൻ മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമാണ്. അദ്ദേഹം രാവണനെ വധിച്ച് സീതയെ രക്ഷിച്ചു. രാമായണം ഈ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 8. ബലരാമൻ. ശ്രീകൃഷ്ണന്റെ സഹോദരനാണ് ബലരാമൻ. 9. ശ്രീകൃഷ്ണൻ. മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായി ശ്രീകൃഷ്ണൻ കണക്കാക്കപ്പെടുന്നു. ഭഗവദ്ഗീത കൃഷ്ണന്റെ ഉപദേശമാണ്. 10. കൽക്കി. കലിയുഗത്തിന്റെ അവസാനത്തിൽ കൽക്കി എന്ന അവതാരം വന്ന് ലോകത്തെ അധർമ്മത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ അവതാരങ്ങളെല്ലാം ലോകത്തിന്റെ നന്മയ്ക്കും ധർമ്മത്തിന്റെ സ്ഥാപനത്തിനുമായി മഹാവിഷ്ണു എടുത്തതാണ് എന്നാണ് വിശ്വാസം. ഈ അവതാരകഥകൾ ഹിന്ദു മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇവ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വിവരിച്ചിട്ടുണ്ട്.